ഹലോ വ്യൂവേഴ്സ്, അപ്പം നമ്മുടെ ഇതിഹാസമായ നമ്മളെ ഞെട്ടിച്ച ഡയറക്ടർ, അതായത് നമ്മുടെ ജെയിംസ് കാമറോണിന്റെ പുതിയ സിനിമ വരികയാണ്. പുതിയ സിനിമ എന്നല്ല, ഒരെണ്ണത്തിന്റെ ഫ്രാഞ്ചൈസിയാണ്. അതിന്റെ തേർഡ് പാർട്ട് വരുന്നു. മറ്റൊന്നുമല്ല, അവതാറിന്റെ മൂന്നാമത്തെ പാർട്ട് വരുന്നു, ഫയർ ആൻഡ് ആഷ്. അപ്പോൾ വേറെ ലെവലായിരിക്കും സിനിമ. പക്ഷെ അവതാർ ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി പറയും അവതാർ ഫസ്റ്റ് പാർട്ടാണ് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പടം വൻ ഹിറ്റായിരുന്നു. ഫസ്റ്റ് പാർട്ട് കാടിനുള്ളിലെ കാര്യങ്ങളൊക്കെ മറ്റൊരു ലോകത്തെയാണെങ്കിൽ സെക്കൻഡ് പാർട്ടോട്ട് വരുമ്പോൾ കടലിനുള്ളിലത്തെ ജലവുമായി ബന്ധപ്പെട്ട കഥകളായിരുന്നു അതിൽ ഉണ്ടായിരുന്ന കൂടുതലായിട്ട്. വിഷ്വൽ വൈസ് ഒന്നും പറയാനില്ല, അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് പറഞ്ഞാൽ തീരാത്ത മാതിരി VFX വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നത്, സൗണ്ട് ഡിസൈനും ആണെങ്കിലും ഒക്കെ. പക്ഷെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് പാർട്ടിന്റെ ആ ഒരു ഗൂസ് ബംസ് നമുക്ക് കിട്ടിയില്ല സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ. ഒരുപാട് പേര് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് മോശമാക്കിയെന്നല്ല ഞാൻ പറയുന്നത്, മോശമാക്കിയിട്ടില്ല, വളരെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത പാർട്ടൂടെ ഇറങ്ങാൻ പോവാണ്, അവതാർ 3. എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റ് പാർട്ടാകാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ലാസ്റ്റ് പാർട്ടാണെന്നൊന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ട്. ഇതും ഒരു ഹെവി ബഡ്ജറ്റിലാണ് കേട്ടോ ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. 250 മില്യൺ രൂപയിലെ ബഡ്ജറ്റിലാണ്, $250 മില്യൺ ഡോളറിലാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം എത്ര പൈസയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് എത്ര ലക്ഷക്കണക്കിന് മലയാള സിനിമ പിടിക്കാവുന്ന പൈസ എത്രയും എന്ന് പറയുന്നത്. അപ്പം അവരൊറ്റ സിനിമയ്ക്ക് വേണ്ടി അത്രയും കാശ് ഇറക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 20th സെഞ്ച്വറി സ്റ്റുഡിയോ തന്നെയാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് വരുന്ന ഡിസംബറിലാണ് കേട്ടോ. ഡിസംബറിലാണ് ഇവർ റിലീസ് സിനിമയുടെ പ്ലാൻ ചെയ്യുന്നത്. December 19, 2025 ക്രിസ്മസിനോട് അനുബന്ധിച്ചൊക്കെയാണ് നിന്ന് കേട്ടോ. വേൾഡ് വൈഡ് റിലീസാണല്ലോ, എല്ലായിടത്തും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ അതൊരു സെലിബ്രേഷൻ മോഡിൽ ഇടാനായിരിക്കും അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ 2025, അതായത് ഈ വർഷം ലാസ്റ്റ് December 19 റിലീസ് വരുന്നത്. അപ്പം ഭയങ്കര പ്രതീക്ഷയാണ് കേട്ടോ. പക്ഷെ ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് എനിക്ക് സെക്കൻഡ് പാർട്ടിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഞാൻ അത്ര ഹെവി പ്രതീക്ഷയും കൊണ്ട് ഞാൻ തിയേറ്ററിലോട്ട് പോയിട്ട് എനിക്ക് അത്ര വലിയ അത് ക്വാളിറ്റി ആയിട്ട് തോന്നും. ക്വാളിറ്റി വൈസ് അല്ല കേട്ടോ, അത്ര സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒരു പറഞ്ഞ രീതിക്ക് ഒരു പുതുമ എനിക്ക് അനുഭവപ്പെട്ടില്ല. കാരണം ആ ഫസ്റ്റ് പാട്ടിന് കിട്ടിയ ഒരു രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ അവതാർ കണ്ടിട്ട് കിട്ടിയ രോമാഞ്ചം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രോമാഞ്ചമായിരുന്നു. കാരണം അന്ന് വാ പൊളിച്ച് കണ്ണ് തുറന്ന് മൊത്തം ത്രൂ ഔട്ട് ഇരുന്ന് പിന്നെ സീറ്റഡ്ജിലിരുന്ന് കണ്ടൊരു സിനിമയാണ്. പിന്നെ അത്രത്തോളം നമുക്ക് ത്രില്ലിങ് തന്നൊരു സിനിമയായിരുന്നു അവതാർ ഫസ്റ്റ്. പക്ഷെ സെക്കൻഡ് പാർട്ടിലോട്ട് വന്നപ്പം മോശമൊന്നുമല്ല, നമുക്ക് അത്രയൊരു ഫസ്റ്റ് പാർട്ടി കിട്ടിയ ഒരു സുഖം കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിപ്പോ തേർഡ് പാർട്ടിന്റെ ഫയർ ആൻഡ് ആഷ് അവതാർ. അപ്പൊ അതിന്റെ ഇറങ്ങണം. നമുക്ക് എന്തായാലും ജസ്റ്റ് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. The only pure thing in this world. The fire came from the mountain. Sound effect ഇങ്ങനെ അടിച്ചു വരുന്നു. Burnt our forest. My people cried for help. But Eva did not come. 20th century. IMAX പോയിട്ട് കാണണം കേട്ടോ, വേറെ ലെവലായിരിക്കും. ഒരു കഥ കൊണ്ടുവരെ ഒരു വിഷ്വൽ കാണാനെങ്കിലും പോവാം. This world goes much deeper than you imagine. James Cameron. Wow. Protect your sister. Yes, sir. Stay in the cover. What does that always say? Sully stick together. No, the other one. Sully never quits. That's right. Sully's never quit. This December. How do you still live? What if every human being on Earth could live here without a mask? Then the Na'vi people will be gone. Whoa. You want to spread your fire across the world. You need me. Fire and Ash. We must fight! Oh.
ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു രോമാഞ്ചം വരാനുണ്ട്. From the warrior mother. I'll kill you! I swear! Avatar Fire and Ash. വേറെ സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. December 19 റിലീസാണ്. IMAX 3D ആണ് കേട്ടോ. 3D വെച്ചിട്ട് കാണാം. എനിക്കതല്ല അത്ഭുതം, ഈ ജെയിംസ് കാമറൂൺ എങ്ങനെയാണ് ഈ കഥ തലയിൽ എങ്ങനെയാണ് ഈ കഥ വിരിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കണ്ടെത്തണം, അതുപോലെ തന്നെ ആ സിനിമയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ഒരു മനുഷ്യന്റെ ലൈഫ് മൊത്തം പോകും, അത്ര ടൈം എടുത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളിയുടെ സിനിമകളിലൊക്കെ പറഞ്ഞ പുള്ളിയുടെ ജെയിംസ് കാമറൂണിന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് പറയാൻ പറ്റില്ല. അമ്മാതിരി സിനിമകളൊക്കെയാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സിനിമകളൊക്കെ. നിങ്ങൾ ജെയിംസ് കാമറൂണിന്റെ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ അവതാർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത്ഭുതമാണ് കേട്ടോ, ശരിക്കും ഒരു അത്ഭുതമാണ്. ഇത് എങ്ങനെ ഇതിന്റെ കഥ പറഞ്ഞ ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റും, അത് തന്നെയല്ല ഇതിന്റെ കഥ എങ്ങനെ എഴുതാൻ പറ്റും, ഇത്ര തലയിലെങ്ങനെ ഇത്ര ക്രിയേറ്റിവിറ്റി വരും, അതുപോലെ തന്നെ ഇതെങ്ങനെ ഗ്രാഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഊണും ഉറക്കമില്ലാതെ പണിയെടുത്താൽ കൂടെ എത്ര കാലം വേസ്റ്റ് ആവും. എനിക്കതാ മനസ്സിലാകാതെ. ഒരു ബ്രഹ്മാണ്ടം വല്ലാത്തൊരു സിനിമയാണ് കേട്ടോ. പുള്ളിയുടെ ജീവിതത്തിൽ എത്ര സമയം വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അമ്മാതിരിയാണ് ഈ സിനിമയൊക്കെ മേക്ക് ചെയ്ത് വെക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ഞാൻ ഇന്നേ വരെ ഇത്ര മറ്റൊരു ഡയറക്ടറോടും എനിക്കിങ്ങനെ ആരാധന തോന്നിയിട്ടില്ല. അമ്മാതിരി പടം എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന അവതാർ ഫയർ ആൻഡ് ആഷ് ഇതിന്റെ ഒരു ട്രെയിലർ അല്ല, ഒരു ക്ലിപ്പിംഗ്സ് നേരത്തെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സോഷ്യൽ മീഡിയയിൽ. ക്ലിപ്പിംഗ്സ് അത് ആരോ പോസ്റ്റ് ചെയ്താണ്, ഒഫീഷ്യലായിട്ട് അവർ വിട്ടതല്ല, ലീക്ക് ആവുകയാണ് ഇത്. അപ്പോൾ അത് റിലീസായിട്ടല്ല, നേരത്തെ ക്ലിപ്പിംഗ് ലീക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇവർ ഈ ഡിസംബറിൽ റിലീസ് ചെയ്യാൻ പോകുന്ന പടത്തിന് ഇപ്പോഴേ ട്രെയിലർ അടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും വേറെ മാതിരി സിനിമയായിരിക്കും വരാൻ പോകുന്നത്. കട്ട വെയിറ്റിംഗ് ആണ്. IMAXിൽ തന്നെ കാണണം, IMAX തന്നെ ബുക്ക് ചെയ്യണം. എത്ര കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞാലും IMAXിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണണം. ചില സിനിമകളുണ്ട് IMAXിൽ തന്നെ കണ്ടാലേ നമുക്ക് കിട്ടുന്നൊരു ഫീലിങ്സ് ഉണ്ടാവും, ആ ഫീൽ ഉണ്ടാവും. അതുപോലെ 3D ആണ്. 3D ഗ്ലാസ്സൊക്കെ വെച്ച് IMAXിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലോകത്ത് എവിടെ പോയി ഏത് തിയേറ്ററിൽ നിന്ന് കണ്ടാലും നമുക്ക് കിട്ടില്ല. IMAXിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന IMAX ഫോർമാറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ അത് നമ്മൾ IMAXിൽ തന്നെ, IMAX ഉള്ളവർ കുറച്ച് കോസ്റ്റ് ആണെങ്കിൽ വർഷത്തിലൊന്നൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറച്ച് കാശങ്ങനെ സംഘടിപ്പിച്ച് IMAXിൽ തന്നെ പോയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടാൻ പോകുന്ന വേറൊരു ദൃശ്യ അനുഭവമായിരിക്കും. മിഴിവേകുന്ന ദൃശ്യങ്ങൾ എന്നൊക്കെ പറയില്ല, അമാതിരി വിഷ്വലൊക്കെ ആയിരിക്കും എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ പറയുന്ന പോലെ കാട്ടിലായിരുന്നു, രണ്ടാമത്തെ കടലിലാണ്. അപ്പോൾ ഇതിൽ വരുമ്പോൾ കാടും കടലൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു വേറെ നമ്മളെ ഗുംസ് ബംസ് അടിപ്പിക്കുന്ന കഞ്ചുകം അടിപ്പിക്കുന്ന ഒരു പടമായിരിക്കും പുള്ളി ജെയിംസ് കാമറൂൺ ചെയ്തു വെക്കാനായിട്ട് പോകുന്നത്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എന്തായാലും IMAX തന്നെ പോയി കാണണം. ഡിസംബറോടുകൂടിയാണ് സിനിമ വരുന്നത്. ലാസ്റ്റിൽ എന്തായാലും ഇയർ എൻഡ് ആഘോഷിക്കേണ്ടി വരും ഈ സിനിമ കൊണ്ട്.